NSSുമായുള്ള ഐക്യത്തിന് അംഗീകാരം നൽകി SNDP യോഗം കൗൺസിൽ. തുടർ ചർച്ചകളുടെ ചുമതല തുഷാർ വെള്ളാപ്പള്ളിക്ക്. തീരുമാനം ആലപ്പുഴയിൽ ചേർന്ന നേതൃയോഗത്തിൽ. SNDP യോഗത്തിന് ഒരു സമുദായത്തോടും വിരോധമില്ലെന്ന വെള്ളാപ്പള്ളി നടേശൻ. ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ED റെയ്ഡിൽ നിർണായക കണ്ടെത്തലുകൾ. പ്രധാന പ്രതികളുടെ സ്വത്തുക്കൾ മരവിപ്പിച്ച ED. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.30 കോടിയോളം വില വരുന്ന ആസ്തികൾ മരവിപ്പിച്ചു. സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തു. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയ രേഖയും കണ്ടെടുത്തെന്ന് ED. കണ്ടെത്തലുകൾ ഓപ്പറേഷൻ ഗോൾഡ് ഷാഡോ എന്ന് പേരിട്ട റെയ്ഡിൽ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. തള്ളിയത് A പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ഹർജികൾ. ജാമ്യം നിഷേധിച്ച വിധിപ്പകർപ്പിൽ ഗുരുതര പരാമർശങ്ങൾ. പ്രതികൾ കൂട്ടക്കവർച്ച നടത്തിയെന്ന ഹൈക്കോടതി. KP ശങ്കർദാസിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനും നിർദ്ദേശം. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ച കൊല്ലം വിജിലൻസ് കോടതി. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത റിമാൻഡിൽ. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഷിംജിതയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റി. ഷിംജിതയ്ക്കുമേൽ ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ പിടികൂടിയത് വടകരയിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ വിവാദ പ്രസ്താവന പിൻവലിച്ച് നിർവാച്യം ഖേദം പ്രകടിപ്പിച്ച മന്ത്രി സജി ചെറിയാൻ. തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചുവെന്ന മന്ത്രി. താൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ച ആർക്കെങ്കിലും വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മന്ത്രി. മന്ത്രിക്ക് മതഭ്രാന്ത് ബാധിച്ചിരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OG ജനീഷ്. ഈ ഘട്ടത്തിൽ ചികിത്സിച്ചാലും ഭേദമാകാത്ത രീതിയിലുള്ള മതഭ്രാന്ത് സജി ചെറിയാനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അയാളെ ചങ്ങലക്കിടണം, കൂട്ടി നടക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സന്ദർശനം വീട്ടിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ വിവരം SITയോട് പറഞ്ഞിരുന്നതായും കടകംപള്ളി. പോറ്റിയിൽ നിന്ന് സമ്മാനം വാങ്ങിയിട്ടില്ലെന്നും വിശദീകരണം. ബഹിരാകാശ രംഗത്തെ ഐതിഹാസിക വനിതകളിൽ ഒരാളായ സുനിത വില്യംസ് നാസയിൽ നിന്ന് വിരമിച്ചു. നീണ്ട 27 വർഷത്തെ നാസ സേവനത്തിൽ നിന്ന് വിരമിച്ചത് ഡിസംബർ 27-ന്. സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചത് 608 ദിവസം. വിശദമായ വാർത്തയിലേക്കാണ്. NSSുമായുള്ള ഐക്യത്തിന് SNDP യോഗം കൗൺസിലിൽ അംഗീകാരം നൽകി. ആലപ്പുഴയിൽ ചേർന്ന നേതൃത്വ യോഗത്തിലാണ് തീരുമാനം. തുഷാർ വെള്ളാപ്പള്ളിക്കാണ് തുടർ ചർച്ചകളുടെ ചുമതല. SNDP യോഗത്തിന് ഒരു സമുദായത്തോടും ഒരു വിരോധവുമില്ലെന്നും എല്ലാവരോടും സൗഹൃദത്തോടെ മുന്നോട്ടു പോകണമെന്ന് ചിന്തിക്കുന്ന സംഘടനയാണ് SNDP എന്നും യോഗത്തിനു ശേഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും SNDP യോഗത്തിന് പെരുന്നയിലേക്ക് സ്വാഗതം ചെയ്തുവെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. ഐക്യത്തിന് അംഗീകാരം നൽകിയെന്ന് വെള്ളാപ്പള്ളി അറിയിച്ചതിന് പിന്നാലെയായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം. വിവരങ്ങൾ D ബിനോയ് നൽകും. കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ തരത്തിലെ ചർച്ചയായിരുന്നു NSSന്റെയും അതുപോലെ തന്നെ SNDPയുടെയും ഒരു ഐക്യം എന്നുള്ളത്. ഹിന്ദു സംഘടനകൾ എന്ന നിലയ്ക്ക് ഈ രണ്ട് വിഭാഗങ്ങളും ഒരുമിക്കണം എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ആദ്യം പറഞ്ഞിരുന്നു. തൊട്ട് പിന്നാലെ സുകുമാരൻ നായരും അതിന് സമ്മതം മൂളുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് അസംബ്ലി ജനറൽ കൗൺസിൽ യോഗം ചേർന്നത്. ആ ജനറൽ കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് NSSുമായി ധാരണയിൽ പോകാൻ തീരുമാനം ആയിരിക്കുന്നത്. തുടർ ചർച്ചകൾക്കായി SNDP യോഗം നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇനി NSS ആസ്ഥാനത്താണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുക. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ് ഈ സംഘടനകളുടെ ഒത്തുചേരൽ എന്നാണ് യോഗ കൗൺസിൽ വിലയിരുത്തിയത്. മാത്രവുമല്ല അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം
നായാടി മുതൽ നസ്രാണികൾ വരെ എന്നുള്ളതാണ്. ഇതിൽ വിവിധ ക്രിസ്തുമത സംഘടനകൾ പോലും ഈ തരത്തിൽ ഇതിൽ പങ്കുചേരാൻ തയ്യാറായി നിൽക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ NSS ജനറൽ സെക്രട്ടറിയും മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. തുഷാർ വെള്ളാപ്പള്ളിയെ ഇവിടേക്ക് വരുന്നതിൽ രാഷ്ട്രീയക്കാരനായിട്ടല്ല, ഒരു മകനെ പോലെയും അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ ആയിരിക്കും അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കുക എന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത്. ഒപ്പം ഇരുവരും ഇന്നും പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തിയില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഈ രണ്ടുപേരും കൃത്യമായി ഇന്നും വീണ്ടും പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ, അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ തന്നെയായിരുന്നു ഇന്നും ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗ് ഒഴികെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളുമായി യോജിക്കാനും അവരുമായി ചർച്ച ചെയ്യാനും തയ്യാറാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഒപ്പം ലീഗിനെതിരെ ഇന്ന് ഒരു പ്രമേയം പാസാക്കി. മലപ്പുറം ആരുടെയും കുടുംബസ്വത്തല്ല എന്ന തരത്തിലേക്ക്, അതായത് ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല മലപ്പുറം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ ഒരു പ്രമേയം കൂടി ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പാസ്സാക്കുകയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഈ ഒത്തുചേരൽ വഴിവെക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തരത്തിൽ ഓരോ ദിവസവും ഇരു സംഘടനാ നേതാക്കന്മാരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഐക്യത്തെ അല്ലെങ്കിൽ SNDP NSS കൂട്ടുകെട്ടിനെ ഒത്തുചേരലിനെയൊക്കെ തന്നെ അതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇവയൊക്കെ തന്നെ ചർച്ചയാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. CPIM-നെ സംബന്ധിച്ചോളം അവരിതിനെ ഒരു രാഷ്ട്രീയപരമായി ഇതുവരെയായും അഭിപ്രായങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ UDF-ഉം പറഞ്ഞിട്ടില്ല. മതപരമായ സംഘടനകളെല്ലാം തന്നെ ഒരുമിക്കട്ടെ, ഒത്തുചേരട്ടെ എന്ന ഒരു താല്പര്യം തന്നെയാണ് ഇരു വിഭാഗവും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തൊരു പ്രധാന വിഷയമായി ഉയർന്നു വാങ്ങുന്നത് തുടക്കം മുതൽ തന്നെ ഇരു വിഭാഗത്തിലെ നേതാക്കന്മാർ പ്രത്യക്ഷമായി പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളാണ്. അതായത് ഈ ആരോപണങ്ങളൊക്കെ വരുമ്പോഴും പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറയുന്നുണ്ട്, വർഗീയതയ്ക്കെതിരെയുള്ള തന്റെ നിലപാടിൽ യാതൊരു കാരണവശാലും വെള്ളം ചേർക്കില്ല എന്നൊക്കെ തന്നെ. ഇത്തരം ഒരാളിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ആരോപണങ്ങൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. അത് മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്ന രാഷ്ട്രീയപരമായി PDSന് അനുകൂലമായി വരുന്ന പിന്തുണയാണ് പുറത്തേക്ക് വരുന്ന പല സ്ഥലങ്ങളിൽ നിന്നും. അത്തരത്തിലുള്ള പിന്തുണകൾ കൂടി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ എതിർക്കുന്നത് എന്തിനാണ് എന്നുള്ളത് വ്യക്തമല്ല. മാത്രവുമല്ല, ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടോ എന്നുള്ള സംശയവും ഉയർന്നു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും NSS SNDP ഒത്തുചേരൽ അല്ലവരുടെ ഐക്യം രാഷ്ട്രീയപരമായി ചർച്ച ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനെ വീണ്ടും പുകഞ്ഞ കൊള്ളിയെന്ന് വിമർശിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ പുകഞ്ഞ കൊള്ളിയാണ്, അയാളെ പുറത്തിട്ട് കഴിഞ്ഞു. സതീശൻ ഇനി ഒരു ചർച്ചാ വിഷയമല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പുകഞ്ഞ കൊള്ളിയാണ്, അത് പുറത്തിട്ട് കഴിഞ്ഞു. അത് സതീശൻ ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമല്ല. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. സീനിയർ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ AK ആന്റണി ഉണ്ട്. അതുപോലെ പ്രഗത്ഭരായി ഇവിടെ പ്രകടനം നടത്തിയിട്ടുള്ള സീനിയറാണ് രമേശ് ചെന്നിത്തല. അതോടൊപ്പം തന്നെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് സെൻട്രലിൽ വലിയ നിലയെത്തിയിട്ടുള്ള മിസ്റ്റർ വേണുഗോപാലുണ്ട്. ഇവരാരും ഇതിനെപ്പറ്റി ഒന്നും പറയാറില്ല. അവരെല്ലാം പറയാത്ത ചിലതെല്ലാം അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ ഞാൻ അവജ്ഞയോടുകൂടി തള്ളുകയും ഈ പറഞ്ഞ വലിയ മാന്യന്മാരായ അവർ കേരളത്തിൻ്റെ എല്ലാ സമുദായത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ള മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഈ 3 ആളുകളുണ്ട്. അവർ വളരെ സീനിയറായ ആളുകളാണ്. അവരാരും ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് അവരുടെ അഭിപ്രായം പറയട്ടെ. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡോക്ടർ P. രവീന്ദ്രനെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ച ലോകഭവൻ വിജ്ഞാപനമിറക്കി. നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ താൽക്കാലിക VC-യാണ്. സെർച്ച് കമ്മിറ്റി സമർപ്പിച്ച 3 പേരുകളടങ്ങിയ പാനലിൽ നിന്നാണ് ഡോക്ടർ P. രവീന്ദ്രനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരഞ്ഞെടുത്തത്. സെന്റ് നോമിനിയുടെ
പേര് തള്ളിക്കൊണ്ടാണ് ഗവർണറുടെ നിയമനം. ഗവർണർ പോരുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കൊടുവിലാണ് സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലറെ ലഭിക്കുന്നത്. ഡോക്ടർ എം.കെ. ജയരാജ് പദവി ഒഴിഞ്ഞതിനെ തുടർന്നായിരുന്നു താൽക്കാലിക നിയമനം. നേരത്തെ വിസിയുടെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ പി. രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാല കെമിസ്ട്രി വിഭാഗം പ്രൊഫസറാണ്. ഇപ്പോൾ ലോക്ഭവൻ പുതിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. സെനറ്റ് നിർദ്ദേശിച്ച പേര് തള്ളിയാണ് ഇപ്പോൾ പുതിയൊരു നിയമനം ഉണ്ടായിരിക്കുന്നത്. രവീന്ദ്രൻ വിസിയുടെ ചുമതല മുൻപും വഹിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ചിരിക്കുന്നത്. ഡോക്ടർ പി. രവീന്ദ്രനെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ച ലോക്ഭവൻ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. നിലവിൽ കാലിക്കറ്റ് സർവകലാശാല താൽക്കാലിക വിസിയായിരുന്ന സെർച്ച് കമ്മിറ്റി സമർപ്പിച്ച 3 പേരുകളടങ്ങിയ പാനലിൽ നിന്നാണ് ഡോക്ടർ പി. രവീന്ദ്രനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരഞ്ഞെടുത്തത്. സെന്റ് നോമിനിയുടെ പേര് തള്ളിക്കൊണ്ടാണ് ഗവർണറുടെ ഈ നിയമനം. ഗവർണർ പോരുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കൊടുവിലാണ് സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലറെ ലഭിക്കുന്നത്. ഡോക്ടർ എം.കെ. ജയരാജ് പദവി ഒഴിഞ്ഞതിനെ തുടർന്നായിരുന്നു താൽക്കാലിക നിയമനം. നേരത്തെ വിസിയുടെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ പി. രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാല കെമിസ്ട്രി വിഭാഗം പ്രൊഫസറാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ വിവാദ പ്രസ്താവന പിൻവലിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പ്രസ്താവന പിൻവലിച്ച് നിർവാച്യം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന സജി ചെറിയാൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചുവെന്നും മതങ്ങൾക്കതീതമായി എല്ലാവരെയും ഒരേപോലെ കാണുന്നുവെന്നും മന്ത്രി വിശദീകരിച്ചു. വിവരങ്ങൾ ഡി. ബിനോയ് നൽകും. 2 ദിവസം മുമ്പാണ് മന്ത്രി സജി ചെറിയാൻ വലിയ തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലം പരിശോധിക്കുകയാണെങ്കിൽ ഈ മലപ്പുറത്തും ഒപ്പം കാസർഗോഡും വിജയിച്ചത് ഒരു വിഭാഗത്തിലെ ആളുകൾ മാത്രമാണ്. ആ വിഭാഗത്തിലുള്ള ആളുകളുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ വിജയമുണ്ടാകുന്ന ഒരു പ്രസ്താവനയായിരുന്നു. ഇത് വലിയ തരത്തിൽ ചർച്ചയായി. പ്രത്യേകിച്ചും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചർച്ചയ്ക്കെടുത്തപ്പോഴേക്കും ആത്മീയ സംഘടനകളും മതസംഘടനകളും ഒക്കെ തന്നെ അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ തന്നെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ച് രംഗത്തെത്തിയത്. ഇത് പാർട്ടിയെ തന്നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ തന്നെ ഇതിൽ ഇടപെടുകയും എന്നാൽ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം തീർക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനോ രാഷ്ട്രീയപരമായി CPIMന്റെ നേതാക്കന്മാരോ തയ്യാറായില്ല. പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിനെ തുടർന്ന് ഇന്ന് അദ്ദേഹം ഒരു ഖേദക്കുറിപ്പ് പുറത്തേക്കിടുകയായിരുന്നു സജി ചെറിയാൻ. അദ്ദേഹത്തിന്റെ ഖേദക്കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞു വരുന്നത് താൻ നടത്തിയ പ്രസ്താവനയെ മറ്റേതോ അർത്ഥത്തോടുകൂടി അത് വളച്ചൊടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വളച്ചൊടിക്കുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വേറൊന്നാണ് തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. താൻ ഒരിക്കൽ പോലും മതന്യൂനപക്ഷങ്ങളെയോ മറ്റു മതങ്ങളെയോ ഒന്നും തന്നെ ഇതുവരെയായും വലിയ തരത്തിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. വിമർശനം തൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ എതിരെ ശക്തമായ ഭാഷയിൽ താൻ പ്രതികരിച്ചിട്ടുണ്ടെന്ന് തൻ്റെ നാട്ടിൽ തന്നെ ചോദിക്കുമ്പോൾ മനസ്സിലാകുമെന്നും സജി ചെറിയാൻ ഖേദക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം അദ്ദേഹം പറഞ്ഞത് തൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിൽ തന്നെയും അത് ചില ആളുകൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ചില ആത്മീയ സംഘടനകൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ചില ആത്മീയ സംഘടനാ നേതാക്കന്മാർക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം കൃത്യമായ ഒരു ഖേദപ്രകടനത്തിന് മന്ത്രി സജി ചെറിയാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയപരമായി ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ഈ ഒരു വിഷയം, അതായത് ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന തരത്തിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന വലിയ തരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഖേദപ്രകടനം നടത്തിയില്ലായിരുന്നുവെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസും ലീഗും ഒക്കെ വലിയ തരത്തിൽ പ്രചാരണം നടത്തുമെന്ന് CPIMന് തന്നെ നല്ലവണ്ണം അറിയാം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു ഖേദപ്രകടനം നടത്താൻ മന്ത്രി സജി ചെറിയാൻ തയ്യാറായി. നേരത്തെയും അദ്ദേഹം
അദ്ദേഹത്തിന് ഇത്തരത്തിൽ നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ട്. അന്ന് രാജിയിൽ വരെ എത്തിച്ചേർന്നിരുന്നു. അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമായിരുന്നെങ്കിൽ ഇത്തവണ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടത്തിയ ഒരു പരാമർശമായിരുന്നു. പക്ഷേ ഈ പരാമർശം വളച്ചൊടിച്ചു എന്ന് പറയുമ്പോഴും ആ വളച്ചൊടിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് താൻ ഉദ്ദേശിച്ച വാക്കുകൾ അതിൻ്റെ അർദ്ധശുദ്ധിയോടുകൂടി തന്നെ ആരും കണ്ടില്ല. അതിനപ്പുറത്തേക്ക് അതിനൊരു വർഗീയതയുടെ ചിഹ്നം കൂടി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ വർഗീയതയുടെ ഒരു രുചി കൂടി നൽകിക്കൊണ്ട് അതിനെ മാറ്റുകയായിരുന്നു. അത്തരത്തിലുള്ള ആ രീതിയെ അത് അംഗീകരിക്കാനാകില്ല. അത് വലിയ തരത്തിൽ വേദനയുണ്ടാക്കി ഒരു വിഭാഗം ആളുകൾക്ക് എന്ന് തന്നെ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർന്നു വന്ന പ്രചാരണങ്ങളും പ്രസ്താവനകളും ഒക്കെ തന്നെ വലിയ തരത്തിൽ മന്ത്രി സജി ചെറിയാന് എതിരായിട്ട് തന്നെ ആയിരുന്നു. സജി ചെറിയാൻ എന്തു പറയും എന്നുള്ളതൊക്കെ തന്നെ പലരും നോക്കിയിരുന്നു. പല ആവർത്തി സജി ചെറിയാൻ ഇത് വിശദീകരിക്കാൻ തയ്യാറായി മാധ്യമങ്ങൾക്ക് മുന്നിൽ. ഒരു പ്രാവശ്യം അദ്ദേഹം ക്ഷോഭിക്കുക കൂടി ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹത്തിനും കൃത്യമായി ഈ വിഷയം ആളുകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ താൻ പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിനെന്ത് സംഭവിച്ച തരത്തിൽ കൃത്യമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഖേദക്കുറിപ്പ് പുറത്ത് ഇട്ടിരിക്കുന്നത്. ഈ ഖേദക്കുറിപ്പോട് കൂടി തന്നെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നാണ് CPM പ്രതീക്ഷിക്കുന്നതെങ്കിൽ തന്നെയും ഒരു പക്ഷേ കോൺഗ്രസും ലീഗും ഒന്നും ഇത്തരത്തിൽ നിന്നും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർക്ക് കിട്ടിയ ഒരു വലിയ ആയുധം തന്നെയാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകും. അതേസമയം ഇങ്ങനെ ഒരു ഖേദക്കുറിപ്പ് പുറത്തിറങ്ങിയോട് തന്നെ ഈ ഒരു പ്രതിരോധം തീർക്കാൻ CPIM-നും ഇനി വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം മന്ത്രി പറഞ്ഞ വാക്കുകൾ പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് പോകണ്ട എന്ന തരത്തിലൊക്കെ തന്നെ CPIM-ന് ഇനി പറയാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിൽ രാഷ്ട്രീയപരമായി ചർച്ചയുണ്ടായ വിഷയത്തിനാണ് നിലവിൽ ഇപ്പോൾ ഒരു ഖേദക്കുറിപ്പ് മന്ത്രി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാന് മതഭ്രാന്ത് ബാധിച്ചിരിക്കുകയാണെന്നും ചങ്ങലക്കിടണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് പറഞ്ഞു. മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും മന്ത്രി രാജിവെക്കണമെന്നും OJ ജനീഷ് പറഞ്ഞു. ആദ്യഘട്ടത്തിലായിരുന്നെങ്കിൽ സജി ചെറിയാന് ചികിത്സ കൊടുത്താൽ മതി എന്ന് CPM-നോട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഈ ഘട്ടത്തിൽ ചികിത്സിച്ചാലും ഭേദമാകാത്ത രീതിയിലുള്ള മതഭ്രാന്ത് സജി ചെറിയാനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അയാൾ ചങ്ങലക്കിടണം, കൂട്ടിലടക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിനകത്ത് വർഗീയത വിളമ്പുന്ന ആളുകളായി സജി ചെറിയാനും AK ബാലനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെങ്ങന്നൂരിലെ ജനങ്ങളെ കേരളത്തിന് മുമ്പിൽ അപമാനിച്ചവരാണ് ഈ മന്ത്രി എന്ന് പറയുന്നത്. അയാൾ മന്ത്രിസ്ഥാനം രാജിവെക്കണം, ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. 40ഓ 42ഓ പരിവാർ സംഘടനകളുണ്ട് RSS-ന് കീഴിൽ. ഇപ്പോ കേരളത്തിനകത്ത് ഒരു സംഘടന കൂടി അതിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പരിവാർ സംഘടനയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി വില വരുന്ന ആസ്തി മരവിപ്പിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് EDയുടെ നടപടി. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം സ്വർണം പിടിച്ചെടുത്തുവെന്നും ED അറിയിച്ചു. സ്വർണം കട്ടികളാണ് കണ്ടെത്തിയത്. സ്വർണം ചെമ്പാക്കിയ രേഖയും റെയ്ഡിൽ കണ്ടെത്തി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ് രേഖകൾ പിടിച്ചെടുത്തത്. 2019-നും 2024-നും ഇടയിൽ പുറപ്പെടുവിച്ച ഉത്തരവും ED കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ED ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലായിരുന്നു ED വ്യാപക റെയ്ഡ് നടത്തിയത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി. പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുന്ന പ്രോസിക്യൂഷൻ വാദം കണക്കിലെടുത്താണ് ജാമ്യാപേക്ഷകൾ തള്ളിയത്. ജസ്റ്റിസ് A ബദറുദ്ദീനാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതികൾക്കെതിരെ ഗൗരവകരമായ തെളിവുകളുണ്ടെന്നും അന്വേഷണം നിർണായക ഘട്ടങ്ങളിലാണെന്നും സർക്കാരിന്റെ വാദം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, കട്ടളപ്പാളികൾ എന്നിവിടങ്ങളിലെ സ്വർണ്ണക്കവർച്ചയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു എന്നീ 2 കേസുകളാണ് പത്മകുമാർ, മുരാരി ബാബു ജാമ്യ ഹർജികളിൽ സമർപ്പിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കവർന്ന കേസിലാണ് ഗോവർദ്ധന് ജാമ്യം തേടിയത്. നേരത്തെ സെഷൻസ് കോടതി ഇവരുടെ ജാമ്യ ഹർജികൾ തള്ളിയിരുന്നു.
ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. ദ്വാരപാലക പാളി കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്. കർശന ഉപാധികളോടെ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എന്നാൽ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിൽ മോചിതനാവാൻ സാധിക്കില്ല. ഈ കേസിൽ റിമാൻഡിൽ തുടരും. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച വിധിപ്പകർപ്പിൽ ഹൈക്കോടതി നടത്തിയിരിക്കുന്ന ഗുരുതര പരാമർശങ്ങൾ. ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ചയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ രേഖകളിൽ നിന്നും കൂട്ടക്കവർച്ച നടത്തിയിട്ടുണ്ടെന്നും പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണെന്നും ഹൈക്കോടതി വിധിപ്പകർപ്പിൽ പറയുന്നു. ശബരിമലയിലെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചു. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ നിർദ്ദേശമുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം റിമാൻഡിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെതിരായ നടപടികൾ കടുപ്പിക്കാനും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ചികിത്സയിൽ കഴിയുന്ന KP ശങ്കരദാസിന്റെ അസുഖം എന്താണെന്ന് വ്യക്തമല്ലെന്നും ഇത് സംബന്ധിച്ച മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച പരിശോധന നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശങ്കരദാസ്. ഇയാളെ ജയിലിൽ പാർപ്പിച്ച് ചികിത്സ തുടരാനാകുമോ എന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. 2017-18 കാലഘട്ടത്തിലാണ് പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. വീട്ടിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പോയതെന്നും നേരത്തെ തന്നെ SITയോട് ഇത് പറഞ്ഞിരുന്നതായും കടകംപള്ളി പറഞ്ഞു. പോലീസ് അകമ്പടിയോടെയാണ് പോറ്റിയുടെ വീട്ടിൽ പോയതെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഇടപെടലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോറ്റിയിൽ നിന്ന് ഒരു സമ്മാനവും വാങ്ങിയിട്ടില്ലെന്നും കടകംപള്ളി പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലെ കള്ളപ്പണം ഒളിപ്പിക്കലിലുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. സംശയമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും മെമ്പർമാരുടെയും സാമ്പത്തിക സ്രോതസ് പരിശോധിക്കാനും നീക്കം തുടങ്ങി. ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ED വരുന്നേ പറഞ്ഞു നടന്നെങ്കിലും ഇപ്പോൾ അവസാനം EDയും എത്തി. 21 ഇടങ്ങളിലായിരുന്നു EDയുടെ പരിശോധന. കൃത്യമായി പറഞ്ഞാൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുഴുവൻ ആളുകളുടെയും വീട്ടിൽ ED കയറിയിറങ്ങി. രേഖകൾ പരമാവധി കിട്ടാവുന്നതെല്ലാം സമാഹരിച്ചു. പക്ഷേ തന്ത്രിയുടെ വീട് തൽക്കാലം ED ഒഴിവാക്കിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. എന്തായാലും EDയുടെ അന്വേഷണം വളരെ ഗൗരവത്തോടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്ത് ലഭിക്കുന്നത്. ഈ റിമാൻഡിൽ കഴിയുന്ന മുൻ പ്രസിഡന്റുമാരായ N. വാസു, A. പത്മകുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ മുരാരി ബാബു, സുധീഷ് കുമാർ ഇവരുടെ വീടുകളിൽ കൂടാതെ കർണാടകത്തിൽ ബംഗളൂരുവിലും ചെന്നൈയിലുമൊക്കെ EDയുടെ അന്വേഷണം പുരോഗമിച്ചു. മാത്രവുമല്ല ഒരേ സമയമായിരുന്നു പരിശോധനയ്ക്ക് അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ കാവലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ നിന്നും വ്യത്യസ്തമായി ഇതുവരെ ശബരിമലയുമായി നടന്നിട്ടുള്ള അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, ക്രമക്കേടുകൾ എന്നിവ അന്വേഷിക്കുകയാണ് EDയുടെ ലക്ഷ്യം. അഴിമതി നിരോധന നിയമപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് ചാർജ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് EDയുടെ ആദ്യഘട്ടത്തിലെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ED വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. നേരത്തെ EDയുടെ വരവിനെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നെങ്കിലും വിയോജിപ്പ് അറിയിച്ചിരുന്നെങ്കിലും ഹൈക്കോടതി ഇവർക്ക് അനുമതി നൽകുകയായിരുന്നു. കാരണം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ യോഗ്യരും അതിനുള്ള അർഹതയും EDക്കാണെന്ന് വ്യക്തമായി കോടതിക്കും അറിയാമായിരുന്നു. പക്ഷേ ഇവിടെ
അന്വേഷണം നടക്കുമ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒപ്പം ചെന്നൈയുമായി ബന്ധമുള്ള ചില വ്യവസായികളുമായുള്ള ഇടപെടലുകൾ, ചർച്ചകൾ ഇതൊക്കെ അന്വേഷിക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ശബരിമലയുടെ പേരിൽ വലിയ തരത്തിൽ പണപ്പിരിവുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ചില ആളുകൾ ശബരിമലയ്ക്ക് വേണ്ടി വലിയ സഹായം ചെയ്യുന്നെന്ന പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയിട്ടുണ്ടെന്നും ചില ആളുകളിൽ നിന്നുള്ള വ്യക്തിപരമായ വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇ ഡി ഇപ്പോൾ വലിയ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൽ ഗോവർദ്ധനന്റെ ജ്വല്ലറിയിൽ പരിശോധന നടത്തിയപ്പോൾ ഗൗരവത്തോടു കൂടിയുള്ള വിഷയങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി ശബരിമലയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പൂജകളിലെയും പങ്കാളിയായിരുന്നു ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്നു. ആ ഗോവർദ്ധനെ സഹായിച്ചിരുന്നതും പൂജയ്ക്ക് സമയം കണ്ടെത്തുന്നതിനും പൂജയ്ക്ക് അവസരമൊരുക്കി കൊടുത്തതുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും പറയുന്നു. പക്ഷേ ഈ പൂജയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തരത്തിലെ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നാണ് മറ്റൊരു ഇ ഡിയുടെ കണ്ടെത്തൽ. ഇത് നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തയുമായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നും ഇത്രയധികം പൈസ ശബരിമലയുടെ പേരിൽ സമാഹരിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ ശേഖരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്ന അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, ഇവരെല്ലാം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. കഴിഞ്ഞ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളുകളാണ്. അവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നും ഇ ഡിയുടെ പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുൻ പ്രസിഡന്റുമാരുടെയും മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെയും വീടുകളിൽ കയറിയതും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയതും. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞ ഒരു ഇടക്കാല റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ കോടതി പുറത്തുവിട്ട ഒരു ഇടക്കാല റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. കൃത്യമായ ഒരു പരിശോധന ഇനിയും അനിവാര്യമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ്. കാരണം കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കണം എന്ന് വ്യക്തമായി പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ ഡിയുടെ അന്വേഷണത്തിനപ്പുറത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘവും സമാന്തരമായി ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇപ്പോൾ ഈ ഇ ഡിയുടെയും SITയുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു നിൽക്കുന്ന ചില ആളുകൾ ഈ കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള ധനസമാഹരണം നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഈ പിരിവ് നടത്തിയവർ ആരൊക്കെയാണ് എന്ന കാര്യത്തെക്കുറിച്ചും SIT അന്വേഷിക്കും. ഈ സംഭവത്തെക്കുറിച്ച് ഇ ഡിയും അന്വേഷിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഈ 20 വർഷത്തിനിടയ്ക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, പൂജകൾ, മറ്റ് സാമ്പത്തികപരമായുള്ള ചിലവുകൾ, ഇതിനൊക്കെ ആരൊക്കെ പൈസ മുടക്കിയിട്ടുണ്ട്, അവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്, അവർക്കിടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ആരാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വലിയ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ 21 ഇടങ്ങളിൽ ഒരേ സമയം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന. കേരളത്തിൽ നിന്ന് മാത്രമുള്ള ഉദ്യോഗസ്ഥരല്ല, ചെന്നൈയിൽ നിന്നും ബംഗളൂരിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിനായി കേരളത്തിൽ എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ഇനിയും ചില ആളുകൾക്ക് കൂടി കുരുക്ക് വീഴാനുള്ള സാധ്യത ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിലാണോ അതോ ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലോ ക്രമക്കേടുകളിലോ ആണോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,870 രൂപ, പവന് 94,960 രൂപ. വെള്ളി ഗ്രാമിന് 330 രൂപ, കിലോ 3,30,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. ഇടവേള. സ്വകാര്യ ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സാമൂഹ്യമാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തിയതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയ ഇവരെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. കോടതി റിമാൻഡ് ചെയ്തതോടെ ഷിംജിതയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ കേസിലാണ് പ്രതിയും വടകര സ്വദേശിയുമായ ഷിംജിത മുസ്തഫയെ കുന്നമംഗലം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇവരെ മഞ്ചേരി ജയിലിലാണ് അടച്ചിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഷിംജിതയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇന്നുച്ചയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. പിന്നാലെ ഇവരെ കൊയിലാണ്ടിയിലെ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. തുടർന്നാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റിനെ തുടർന്ന് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അവിടെ പൊതുജനങ്ങൾ തിങ്ങിക്കൂടിയതിനാൽ ജനരോഷമുണ്ടാകുന്നത് കണക്കിലെടുത്തും സുരക്ഷാ വീഴ്ച ഒഴിവാക്കുന്നതിനുമായി ഇവരെ നേരെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. സുരക്ഷ കണക്കിലെടുത്താണ് ഷിംജിതയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം. പയ്യന്നൂരിലേക്കുള്ള യാത്രാമധ്യേയാണ് തന്നെ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ഷിംജിത ദീപകിന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. ഇതേ തുടർന്ന് അപകീർത്തി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ദീപക് ഈ ഞായറാഴ്ച ജീവനൊടുക്കുകയായിരുന്നു. ഞായറാഴ്ച ജീവനൊടുക്കിയതിന് പിന്നാലെ തന്നെ യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു. സമൂഹത്തിൽ നിന്നും വലിയ രോഷമുയരുന്നതിനിടെയാണ് ഷിംജിതയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. സംഭവം നടന്ന് 6-ാം ദിവസമാണ് ഷിംജിത പിടിയിലായത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതിയായ ഷിംജിത മുസ്തഫയ്ക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. റിമാൻഡിലായ ഷിംജിതയെ മഞ്ചേരി ജയിലിലെത്തിച്ചപ്പോഴായിരുന്നു പ്രതിഷേധം. ജയിലിനു മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രതിഷേധിക്കുകയായിരുന്നു. അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപകിന്റെ മാതാപിതാക്കളെ രാഹുൽ ഈശ്വർ സന്ദർശിച്ചു. പുരുഷ കമ്മീഷൻ വേണമെന്ന വാദിക്കുന്നവർ സ്വരൂപിച്ച 3,17,000 രൂപയും ദീപകിന്റെ കുടുംബത്തിന് ധനസഹായ ധനമായി നൽകി. ദീപകിന് നീതി ലഭിക്കുമെന്നും യുവതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമെന്നും രാഹുൽ ഈശ്വർ രാവിലെ പറഞ്ഞു. ദീപകിന്റെ ജന്മദിനമായ ജനുവരി 17 ഇനി മുതൽ പുരുഷാവകാശ ദിനമായി ആചരിക്കുമെന്ന് രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അടുത്ത മാസം 22-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. 13-അംഗം ഭരണസമിതിയായിരിക്കും തിരഞ്ഞെടുക്കുക. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിനെ തുടർന്ന് 2021 മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതിനു പകരമായി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള നീക്കം. പാലക്കാട് ദേശീയപാത ഉപരോധിച്ച കേസിൽ ഷാഫി പറമ്പിൽ എംപിക്ക് അറസ്റ്റ് വാറണ്ട്. പാലക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. 2022 ജൂൺ 24-ന് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷാഫി പറമ്പിൽ 1-ാം പ്രതിയായിരുന്നു. കേസിൽ ഹാജരാക്കാത്ത സാഹചര്യത്തിലാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. 2022-ൽ അന്നത്തെ വയനാട് എംപിയായിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFI പ്രവർത്തകർ തല്ലിത്തകർത്തതിൽ പ്രതിഷേധിച്ച പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. സംഭവത്തിൽ കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഈ മാസം 24-ന് കേസ് വീണ്ടും പരിഗണിക്കും.
കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന NDTV വോട്ട് വെബ് സർവേ. 50% അധികാരം ജനങ്ങൾ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടെന്ന സർവേ ഫലം പുറത്തുവന്നു. വളരെ മോശം ഭരണമെന്ന് അഭിപ്രായപ്പെടുന്നത് 31% ആളുകളും മോശമെന്ന് അഭിപ്രായപ്പെടുന്നത് 20% പേരുമാണ്. 40% ആളുകളാണ് ഭരണം നല്ലതെന്ന് അഭിപ്രായപ്പെടുന്നത്. 22% പേർ പ്രതിപക്ഷ നേതാവ് VD സതീശന് പിന്തുണ നൽകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് 18% പിന്തുണയും CPIM നേതാവ് KK ശൈലജ ടീച്ചർക്ക് 16% പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് 14.5% പേരുടെ പിന്തുണയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. UDF 32%, LDF 29%, BJP 19% വോട്ട് നേടുമെന്നും സർവേ ഫലത്തിൽ പറഞ്ഞു. സോളാർ വിഷയം പറഞ്ഞ പിതാവ് ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും വേട്ടയാടിയതിന് മന്ത്രി KB ഗണേഷ് കുമാറിൽ നിന്ന് MLA ചാണ്ടി ഉമ്മൻ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പത്തനാപുരം മേഖലയിൽ നിന്നും വിജയിച്ച UDF അംഗങ്ങൾക്ക് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. 18 പേജുള്ള സോളാർ കേസ് 24 പേജാക്കി ഉമ്മൻചാണ്ടിയുടെ പേർ എഴുതി ചേർത്തതായും ഉമ്മൻചാണ്ടി നേരിട്ട പോലെ വേട്ടയാടൽ ഇനി ആർക്കും ഉണ്ടാകരുതെന്നും ചാണ്ടിയുമ്മൻ പത്തനാപുരത്ത് പറഞ്ഞു. 9 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ക്രൂരമായ വിനോദം, ആ ക്രൂരമായ വിനോദമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചത്. 18 പേജുള്ള കത്ത് എങ്ങനെ 21 പേജുള്ളതായത്? എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത്? ആരാണ് എന്റെ പിതാവിന്റെ സീഡ് തപ്പി യാത്ര നടത്തിയത്? അതുകൊണ്ട് ഇന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് കണ്ടിട്ട് അത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ക്യാപ്സ്യൂളുകൾ എത്ര ഇറക്കിയാലും ശരി, കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം CPM ആണ് സോളാർ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരാളായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്നും വിരമിച്ചു. നീണ്ട 27 വർഷക്കാലത്തെ നാസയിലെ സേവനമാണ് അവസാനിപ്പിച്ചത്. 2025 ഡിസംബർ 27-ന് സുനിത വില്യംസ് ഔദ്യോഗികമായും വിരമിച്ചതായി നാസ വൃത്തങ്ങൾ വ്യക്തമാക്കി. സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 3 ദൗത്യങ്ങളിലായി 608 ദിവസം ചിലവഴിച്ചിട്ടുണ്ട്. 2006-ലായിരുന്നു സുനിത വില്യംസിന്റെ ആദ്യ ISS യാത്ര. കൊല്ലം കൊട്ടിയത്ത് നിർത്തിവച്ചിരുന്ന നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ച കരാർ കമ്പനി. 2 ആഴ്ചയ്ക്ക് മുൻപാണ് നാഷണൽ ഹൈവേ പണി നടക്കുന്ന ഭാഗത്ത് പാർശ്വഭിത്തികൾ ഇളകിയതായും റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായും നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കളക്ടർ മുഖേന നാഷണൽ ഹൈവേ അതോറിറ്റിയെ കാര്യങ്ങൾ അറിയിക്കുകയും നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുകയുമായിരുന്നു. എന്നാൽ ഇത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഹൈവേയുടെ പണി കൊട്ടിയം പോലീസിന്റെ സംരക്ഷണത്തിൽ പുനരാരംഭിക്കുകയായിരുന്നു. മൈലക്കാട് സംഭവിച്ചതുപോലെ ഇവിടെയും റോഡ് ഇടിയും എന്നതാണ് പ്രദേശവാസികളുടെ ആശങ്ക. ഇടവേള. മലയോര മേഖലയായ പത്തനംതിട്ട ജില്ലയുടെ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി എന്റെ കേരളം എന്റെ ഗ്രാമം സ്റ്റേഡിയം പദ്ധതിക്ക് തുടക്കമാകുന്നു. സംസ്ഥാന സർക്കാരും ജില്ലാ സ്പോർട്സ് കൗൺസിലും ചേർന്നുകൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഗ്രാമം ഒരു സ്റ്റേഡിയം എന്ന ഒരു മഹത് പദ്ധതിക്കാണ് പത്തനംതിട്ട ജില്ല മറ്റു ജില്ലകൾക്ക് മാതൃകയാകാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് K. അനിൽകുമാർ എങ്ങനെയാണ് ഇതിന്റെ ഈ പദ്ധതികളെ വിഭാവനം ചെയ്യുന്നത്? യുവാക്കളെ നല്ല പൗരന്മാരാക്കി മാറ്റിയെടുത്തുകൊണ്ട് ആരോഗ്യമുള്ള ഒരു തലമുറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായിട്ട് കൈകോർത്തിണക്കുകയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളപ്പുഴ ഗ്രാമം ഹോക്കിയുടെ ഒരു ഇറ്റില്ലമാണ്. ധാരാളം കായിക താരങ്ങളെ സംഭാവന ചെയ്ത ഒരു പ്രദേശമാണ്. അവിടുന്ന് ധാരാളം പേർക്ക് ജോലി ലഭിക്കുകയും അതോടൊപ്പം തന്നെ നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ ഫുട്ബോളാകാം, വോളിബോളാകാം, ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതാത് പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ നിലവിലുള്ള സ്റ്റേഡിയങ്ങൾ
അത് നല്ല രീതിയിൽ പിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് അത് ആ പ്രദേശത്തെ അഭിരുചിക്കനുസരിച്ചുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അവിടെ വരുമ്പോൾ ഹോക്കിയുടെ നല്ലൊരു സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടി ഒളിമ്പിക് അസോസിയേഷൻ തന്നെ സ്റ്റേറ്റ് ആവശ്യമായ ഫണ്ട് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിവിധ സംഘടനകൾ, അതുപോലെ ക്രിക്കറ്റിന്റെ പിന്നെ ഭാരവാഹികളാണെങ്കിൽ അവർ സ്റ്റേഡിയം പത്തനംതിട്ട ജില്ലയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. ഇങ്ങനെ ഓരോരോ മേഖലയിൽ അവർ ഇഷ്ടപ്പെട്ട കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലും സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ട് എല്ലാ ജില്ലകളിലും, പത്തനംതിട്ട ജില്ലയിൽ തന്നെ നമ്മുടെ എല്ലാ പഞ്ചായത്തുകൾക്കും ഓരോ സ്പോർട്സ് കിറ്റ് വീതം നൽകാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അംഗീകൃത ക്ലബ്ബുകൾ, ധാരാളം ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ 10,000 രൂപയുടെ കിറ്റ് നൽകുന്നതിന് വേണ്ടി സർക്കാർ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിൽ അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പരിശീലനത്തിന് തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര അല്ലെങ്കിൽ സ്റ്റേറ്റ് നിലവാരം അല്ലെങ്കിൽ ആ നിലവാരത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുവാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നവർക്ക് 15,000 രൂപ ഓണറേറിയം കൊടുത്തുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ആ പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഏതൊക്കെ ഗ്രാമപഞ്ചായത്തുകളിലാണ് ആദ്യമായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ മലയാലപ്പുഴ, അതുപോലെ KT ചാക്കോയുടെ നേതൃത്വത്തിൽ അവിടെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് മലയോര പ്രദേശങ്ങൾ, ചിറ്റാർ ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും പഞ്ചായത്ത് തന്നെ നമുക്കതിന് കടമ്പനാട്, അരുവാപ്പലം, കടമനാട്, അരുവാപ്പലം തുടങ്ങി എല്ലാ പഞ്ചായത്തുകളും. അതിനകത്ത് യാതൊരുവിധ കക്ഷി രാഷ്ട്രീയവും നോക്കാതെ നമുക്ക് കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാമോ മലയോര ജില്ലയിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഈ കായിക രംഗത്ത്, കായിക ഭൂപടത്തിൽ മലയോര ജില്ലയെ വളരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകാൻ അനീഷ് സാറിന്റെ നേതൃത്വത്തിൽ നല്ല ടീം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൊസൈറ്റിയിൽ ഞങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി തയ്യാറാകാൻ പോവുകയാണ്. ഈ സ്റ്റേഡിയങ്ങളിലെ മെയിൻ്റനൻസ് ആണ്. ഇപ്പം തന്നെ ഇവിടെ നമ്മുടെ സ്റ്റേഡിയം 1 മാസത്തിനകം തന്നെ പൂർത്തീകരിക്കും. അവിടെ അങ്ങനെ വരുമ്പോൾ ആ സ്റ്റേഡിയം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പരിപാലനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിലൊക്കെ തന്നെ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഈ സൊസൈറ്റിയും ഒക്കെ തന്നെ അതിനകത്ത് ആവശ്യമായ MLA-മാരുമായി ചേർന്നുകൊണ്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പത്തനംതിട്ട ജില്ലയിൽ റിംഗ് റോഡിൽ വിവിധ പ്രദേശങ്ങളിൽ, അതായത് നല്ല വീതിയുള്ള സ്ഥലങ്ങൾ കിടപ്പുണ്ട്, അവിടെ ഓപ്പൺ ജിം അനുവദിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തരാൻ ഏറ്റിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വെട്ടിപ്പുറത്ത് തന്നെ ഇപ്പോൾ ഒരു ഓപ്പൺ ജിം ഒരു 3 മാസത്തിൽ പ്രവർത്തനം ആരംഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുബിര പാർക്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നടത്തുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിന് സുബിര പാർക്കിന്റെ ചുറ്റിനും അതിനുള്ള സംവിധാനം കൂടി ഒരുക്കാൻ വേണ്ടിയുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കതിരിക്കൊണ്ടൊന്ന് വളം വെക്കാതെ ചെറുപ്പത്തിലെ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉദാഹരണത്തിന് ഫെൻസിങ്ങിലും ഒക്കെ റോഡ് സ്കേറ്റിങ്ങിലും ഒക്കെ ആ കാര്യത്തിൽ പത്തനംതിട്ട ജില്ല മാതൃകയായി മാറുകയാണ്. അപ്പൊ അവർക്കും ആവശ്യമായ കാര്യങ്ങൾ ഫെൻസിങ്ങിന്റെ ഗ്രാമം തന്നെ നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഒരു ഫെൻസിങ്ങിന്റെ ഗ്രാമം തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് മലയോര ജില്ലയിൽ തുടർ വർഷങ്ങളിൽ പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ത്രിതല പഞ്ചായത്തും സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ആലോചിച്ച് ഒരു ബൃഹത് പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയായി ഇവിടെ തുടക്കം കുറിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ നടപ്പിൽ വരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പുതുക്കിയ പദ്ധതി. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി 2ാം ഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട്. പ്രതിമാസം 687 രൂപ പ്രീമിയം ഇനത്തിൽ നൽകണം. സർക്കാർ ജീവനക്കാർ, സർവീസ് കുടുംബ പെൻഷൻകാർ, അവരുടെ ആശ്രിതരും ഉൾപ്പെടെ നിലവിലുള്ളവരെല്ലാവരും പുതുക്കിയ പദ്ധതിയുടെയും ഗുണഭോക്താക്കൾ ആയിരിക്കും.
സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിസെപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ നടപ്പിൽ വരുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പുതുക്കിയ പദ്ധതി. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി 2ാം ഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട്. പ്രതിമാസം 687 രൂപ പ്രീമിയം ഇനത്തിൽ നൽകണം. സർക്കാർ ജീവനക്കാർ, സർവീസ്, കുടുംബ പെൻഷൻകാർ, അവരുടെ ആശ്രിതരും ഉൾപ്പെടെ നിലവിലുള്ളവരെല്ലാവരും പുതുക്കിയ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിരിക്കും. മലപ്പുറം തിരുനാവായയിൽ കുംഭമേള നടക്കുന്നതിനോടനുബന്ധിച്ച് നിർമ്മിച്ച താൽക്കാലിക പാലം മലപ്പുറം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടും ചേർന്ന് പരിശോധിച്ചു. പരിശോധനാ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. പരിശോധനയ്ക്കിടെ പാലത്തിന്റെ സുരക്ഷയും ദൃഢതയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ട സാങ്കേതിക നിർദ്ദേശങ്ങൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സംഘാടകർക്ക് നൽകി. വാഴാനി ഡാം പരിസരത്ത് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ നൽകി. മയക്കുവെടി വെച്ച് തളച്ച ശേഷമാണ് ആനയ്ക്ക് ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കിയത്. പ്രശസ്ത വന്യജീവി വിദഗ്ധനും ഫോറൻസിക് വെറ്റിനറി സർജനുമായ ഡോക്ടർ അരുൺ സക്രിയ, ഡോക്ടർ ഡേവിസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സാ നടപടികൾ നടന്നത്. ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പൻ ആനയുടെ ശരീരത്തിൽ ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായെന്ന് കരുതുന്ന നിരവധി മുറിവുകൾ കണ്ടെത്തിയിരുന്നു. ആനയുടെ ശരീരത്തിലെ മുറിവുകൾക്ക് ഏകദേശം ഒരാഴ്ചത്തെ പഴക്കമുണ്ട് എന്നതാണ് ഡോക്ടർമാരുടെ നിഗമനം. പ്രാഥമിക ചികിത്സകൾ പൂർത്തിയായതോടെ ആനയെ നിരീക്ഷിച്ചു വരികയാണെന്നും നിലവിൽ കൂടുതൽ ചികിത്സയുടെ ആവശ്യമില്ലെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. മറ്റുള്ള കൊമ്പന്മാരായിട്ടുള്ള ഫൈറ്റിൽ നല്ല രീതിയിൽ പരിക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ശരീരത്തിൽ കുത്തുകൊണ്ടിട്ടുള്ള മുറിവുകളുണ്ടെന്നുള്ള നിഗമനം വന്നതോടുകൂടിയിട്ട് ഇന്ന് കാലത്ത് ആനയെ ഡാർട്ട് ചെയ്ത് ട്രാങ്കുലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നൽകുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ആന സുഖം പ്രാപിച്ചു വരുന്നു. വളരെ നല്ല രീതിയിലാണ് ഓപ്പറേഷൻ പൂർത്തിയായിട്ടുള്ളത്. തൃശൂർ ചാവക്കാട് മത്സ്യബന്ധനത്തിന് കടലിൽ പോയ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. എടങ്ങണ്ടിയൂർ സ്വദേശി വിജീഷിനെയാണ് കടലിൽ കാണാതായത്. മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ശക്തമായ കാറ്റുവീശി വള്ളം ആടിയുലഞ്ഞ് വിജീഷ് വെള്ളത്തിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഫിഷറീസ് വകുപ്പും കോസ്റ്റൽ പോലീസ് ടീമും ചേർന്ന് വിജീഷിനായുള്ള തിരച്ചിൽ നടത്തുകയാണ്. പാലക്കാട് പള്ളിക്കുന്നിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു. വെള്ളനേഴി സ്വദേശി പ്രകാശാണ് മരിച്ചത്. അപകടത്തിൽ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 3 യാത്രക്കാർക്കും പരിക്കേറ്റു. ഓട്ടോറിക്ഷ അഴുക്കുചാലിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കോഴിക്കോട് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മാടൻചിന സ്വദേശി നിസാറാണ് മരിച്ചത്. ജനുവരി 11-ാം തീയതി പറമ്പിൽ പീടികയിൽ കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നിസാറിന്റെ കൂടെ അപകടത്തിൽപ്പെട്ട സുഹൃത്ത് CP മുനീർ അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തൃശൂർ വരവൂരിൽ കരിങ്കല്ല് കയറ്റി വന്ന ലോറി ബസ്സിന് പുറകിലിടിച്ചു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. വരവൂർ വളവ് സെന്ററിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ ഇറക്കാൻ നിർത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,870 രൂപ, പവന് 94,960 രൂപ. വെള്ളി ഗ്രാമിന് 330 രൂപ, കിലോ 3,30,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കിയേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ് നമ്മളോടൊപ്പം കേരളത്തിൽ. എല്ലാവർക്കും വന്നോ ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, the ultimate dandruff solution. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ. 5 മുതൽ 8 മിനിറ്റ് വരെയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം വഴി MRI സ്കാനിംഗ് സാധ്യമാകുന്ന സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിലെ VPS സ്കാനിൽ ഒരുക്കിയിരിക്കുന്ന അത്യാധുനിക MRI സ്കാൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായി 3D ഇമേജിംഗ് ആൻഡ് പ്രൊപ്പല്ലർ വഴി ചെറിയ ചലനങ്ങളിൽ പോലും മികവാർന്ന ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ്. തികഞ്ഞ സംതൃപ്തി ഉറപ്പു നൽകുന്നതോടൊപ്പം സാധ്യതകളുടെ വലിയ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH accredited hospital in തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. in association with Mr. Made Skazoo from Skazan India. Aquila Finance, the legacy of trusted service since 1995. Sun Medical and Research Center, a unit of തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH accredited hospital in തൃശൂർ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. നറുക്കെടുപ്പ് 2026 ജനുവരി 24. കേരള സംസ്ഥാന ഭാഗ്യക്കുറി, വിശ്വസ്തം, സുതാര്യം, ജനകീയം. ജുവൽ റോക്ക് ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള ആൻഡ് തമിഴ്നാട്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. താമരശ്ശേരി ചുരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം. ചുരത്തിലെ ആറാം വളവിൽ മുറിച്ചിട്ടിരിക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെയും പാച്ച് വർക്ക് പ്രവർത്തികൾ നടക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് നിയന്ത്രണം. 7ാം വളവ് മുതൽ ലക്കടി വരെയാണ് റോഡിന്റെ പാച്ച് വർക്ക് നടത്തുക. മൾട്ടി ആക്സിൽ വാഹനങ്ങളും ഭാരവാഹനങ്ങളും നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ കടന്നുപോകണമെന്നും പൊതുമരാമത്ത് ദേശീയപാത ഉപവിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പാച്ച് വർക്ക് മൂലവും ക്രെയിൻ എത്തിച്ച് മരങ്ങൾ മാറ്റുന്നതിന്റെ ഭാഗമായും രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ഗതാഗതക്കുരുക്കുണ്ടാകാൻ സാധ്യതയുണ്ടാകുന്നതിനാൽ യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഗതാഗതം പുനർക്രമീകരണം നടത്താനും നിർദ്ദേശം നൽകി. താമരശ്ശേരി ചുരത്തിലാണ് നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചുരത്തിലെ 6ാം വളവിൽ മുറിച്ചിട്ടിരിക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെയും ചില പാച്ച് വർക്കുകളുടെ പ്രവർത്തികൾ നടക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് നാളെയും മറ്റന്നാളുമായിട്ട് ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്.
6ാം വളവിലാണ് സംഭവം. 7ാം വളവ് മുതൽ ലക്കിടി വരെയാണ് റോഡിന്റെ പാച്ച് വർക്ക് നടത്തുക. മൾട്ടി ആക്സിൽ വാഹനങ്ങളും ഭാരവാഹനങ്ങളും നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ കടന്നു പോകണം എന്നതാണ് പൊതുമരാമത്ത് ദേശീയപാത ഉപവിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചത്. പാച്ച് വർക്ക് മൂലവും ക്രെയിൻ എത്തിച്ച മരങ്ങൾ മാറ്റുന്നതിന്റെ ഭാഗമായും രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഗതാഗത പുനർക്രമീകരണം നടത്താനും നിർദ്ദേശം നൽകി. ചെറായിൽ അമ്മയും മകളും സഞ്ചരിച്ച ഇരുചക്രവാഹനം കാറിടിച്ച് തെറിപ്പിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ഇടവനക്കാട് സ്വദേശികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്യസംസ്ഥാന രജിസ്ട്രേഷനിലുള്ള കാർ സ്കൂട്ടർ ഇട്ടതിനു ശേഷം നിർത്താതെ പോവുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. തിരുവനന്തപുരം വർക്കലയിൽ കുന്നിടിക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞു വീണ JCB ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കൊല്ലം നെടുമങ്ങാവ് സ്വദേശി അനീഷാണ് മരിച്ചത്. JCB ഉപയോഗിച്ച് കുന്നിടിക്കുന്നതിനിടയിൽ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ JCBയുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ JCB ഭാഗികമായും തകർന്നു. പരിസരവാസികളും നാട്ടുകാരും എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഡ്രൈവറെ പുറത്തെടുത്ത് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകളിൽ മണ്ണെടുപ്പ് മൂലം അപകട ഭീഷണിയിലാണ്. അതെ, ആ മണ്ണാണ് ഇടിഞ്ഞത്. അവിടെ ചീവിക്കൊണ്ടിരുന്നപ്പം മണ്ണിടിഞ്ഞ് വണ്ടിയുടെ പുറത്തുകൂടെ വീഴും. വണ്ടിക്കകത്ത് ഒറ്റയ്ക്കുള്ളൂ. ഡോർ ഓപ്പൺ ആയിരുന്നു, അതുകൊണ്ട് വണ്ടിയുടെ അകത്ത് വിട്ടില്ല. അപ്പം പുള്ളിക്കാരൻ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നു. കൈ മാത്രം ഇടയിലായി. അപ്പോൾ റെസ്ക്യൂ ടീം വന്ന് എടുത്ത് വണ്ടി കയറ്റിക്കൊണ്ടു. കൊല്ലം മഞ്ചലയിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി ഇടിച്ചു തകർത്തു. ആളപായമില്ല. കുളത്തുപുഴ റോഡിൽ ആലഞ്ചേരി ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നും കൊല്ലത്തേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നതാണ് നിഗമനം. തകർന്ന കാണിക്കവഞ്ചി വാഹന ഉടമ പുനഃസ്ഥാപിച്ചു നൽകണമെന്ന ആവശ്യം. തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്തു. കൂരിക്കുഴി സ്വദേശി ഹാരിസാണ് പിടിയിലായത്. വധശ്രമം, തട്ടിപ്പ് തുടങ്ങിയ 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഹാരിസ്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 4 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിലായിരിക്കുന്നു. ഒഡീഷ സ്വദേശിയായ രാഹുൽ ഹിലായാണ് പോലീസ് പിടികൂടിയത്. ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളും രഹസ്യാന്വേഷണ വിഭാഗവും പ്രതിയെ പിടികൂടാൻ സഹായമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ യുവാവിനെ വീട്ടിൽ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഉഴമലയ്ക്കൽ സ്വദേശി വി സജിത് കുമാറിനെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തിയാണ് മുറിയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തത്. കാർഷിക മേഖലയിലെ വിവരശേഖരണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകി. പരിശീലന പരിപാടി കളക്ടർ പ്രിയങ്ക ജി ഉദ്ഘാടനം ചെയ്തു. പലരും മാറ്റിവെച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് സമയബന്ധിതമായി കാര്യക്ഷമതയോടെ
മലപ്പുറം വണ്ടൂരിൽ മുൻ CPI പ്രവർത്തകൻ പി അരുൺ BJPയിൽ ചേർന്നതിന് പിന്നാലെ അരുണിന്റെ വാർഡിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ച CPI പ്രവർത്തകർ. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ ഉടനെ അരുൺ BJPയിൽ ചേരുകയായിരുന്നു എന്നതാണ് CPI പ്രവർത്തകർ പറയുന്നത്. അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട CPI ജില്ലാ കമ്മിറ്റി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതോടെയാണ് അരുൺ BJPയിൽ ചേർന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ലഡു വിതരണം ചെയ്താണ് CPI പ്രവർത്തകർ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. പായലെ പൂപ്പലെ വിട, അഴിമതിക്കാരന് വിട എന്നെഴുതിയ ബോർഡ് പിടിച്ചായിരുന്നു ആഹ്ലാദ പ്രകടനം നടത്തിയത്. ആൾക്ക് ഇതിന്റെ മുകളിൽ നാട്ടുകാരും നാട്ടിലുള്ള വ്യക്തികളും പാർട്ടിയിൽ നിന്നും ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വ്യക്തി അഴിമതി സ്വയം മനസ്സിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വ്യക്തി ഇതിൽ നിന്ന് രാജിവെച്ചു പോയിട്ടുള്ളത്. വേൾഡ് മലയാളി ഫെഡറേഷന്റെ ബിസിനസ് ഐക്കൺ ഓഫ് ഇയർ പുരസ്കാരം മാനടിയിൽ സജീവന്. ഫെഡറേഷന്റെ 5ാമത് ദ്വിവത്സര ഗ്ലോബൽ കൺവെൻഷനോടനുബന്ധിച്ച ദുബായ് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവാർഡ് സമ്മാനിച്ചു. കഴിഞ്ഞ 35 വർഷത്തെ ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്തെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ UAEയുടെ വ്യാവസായിക മുന്നേറ്റത്തിന് നൽകിയ സംഭാവനകളെ മുൻനിർത്തിയാണ് പുരസ്കാരം. അബുദാബി എവർ സേഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് സജീവൻ. ലോകത്തിലെ 167 രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. കേരള കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ഫെഡറേഷൻ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ, ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ J. രത്നകുമാർ, സിനിമാ താരങ്ങളായ ആശാ ശരത്, മിഥുൻ രമേശ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പ്രസംഗിച്ചു. തൃശൂർ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണശ്രമം. സെക്യൂരിറ്റിയെ കമ്പിപ്പാര കാട്ടി ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെട്ടു. കോടതിയുടെ ഓഫീസ് റൂമിന്റെ വാതിൽ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. വാതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ട ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. സെക്യൂരിറ്റി മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും കടന്നു കളയുകയായിരുന്നു. കൊല്ലം പിടവൂരിൽ ക്ഷേത്രവളപ്പിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ക്രിമിനൽ കേസ് പ്രതി. പിടവൂർ പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് സംഭവമുണ്ടായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സജീവാണ് ആക്രമണം നടത്തിയത്. ക്ഷേത്രത്തിലെ പാചകപ്പുരയിലേക്ക് നായിയുമായി എത്തി ആക്രമണം നടത്തുകയും പോലീസ് ജീപ്പ് മറ്റൊരു വാഹനം ഉപയോഗിച്ച് ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശിവനന്ദന്റെ 2 വാഹനങ്ങളുടെ ചില്ല അടിച്ച് തകർക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിന് ശേഷം പ്രതി സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു. സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസർ അനീഷിന് പരിക്കേറ്റു. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പിടവൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഒരു പട്ടിയും കൊണ്ട് വന്ന് മണ്ണ് ദേവൻ എന്ന് പറയുന്ന ആള് പ്രശ്നം ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ടാണ് നമ്മൾ നൈറ്റ് പാർട്ടി അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു പട്ടിയെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ആളിറങ്ങിപ്പോയി. അത് വണ്ടി ഇടിപ്പിച്ച് വണ്ടി പുറത്താക്കിയിട്ട് നമ്മൾ തിരിച്ച് ടൗണിലെത്തുമ്പോൾ വീണ്ടും വിളി വരുന്നു. അവിടെ വണ്ടി തല്ലി പൊട്ടിക്കുന്നു, വാഹനത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ വീണ്ടും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ ദേവൻ എന്ന് പറയുന്ന ആള് ഒരു അൽസേഷൻ നായകമായുള്ള ഒരു കറുത്ത ജീപ്പ് വാഹനം കൊണ്ടുവന്ന് നമ്മുടെ വാഹനത്തിലേക്ക് ഇടിക്കുകയും ഗ്രൗണ്ടിൽ ഓഫായി നിൽക്കുമ്പോൾ ഇദ്ദേഹം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വന്ന് വണ്ടി ഇടിച്ചു മറിക്കാൻ ശ്രമിക്കുകയും ആ ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് ഓടി മാറുകയും ചെയ്യുകയും അവിടെ ജനറേറ്റർ കാരുടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച് അതിലൂടെ നമുക്ക് പിടിതരാതെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സ്വാമി ക്ഷേത്രത്തിലെ കാണിക്കപ്പണം തട്ടിയെടുക്കാൻ ശ്രമം. കോൺഗ്രസ് നേതാവായ ദേവസ്വം ബോർഡ് വാച്ചർ പിടിയിൽ. ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് ഹരിപ്പാട് ഗ്രൂപ്പ് പ്രസിഡന്റായ കുമാരപുരം സ്വദേശി രാകേഷ് കൃഷ്ണനാണ് പിടിയിലായത്. ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിൽ ജനുവരി മാസത്തെ കാണിക്ക എണ്ണുന്നതിനിടയിലായിരുന്നു സംഭവം. കാണിക്കത്തുക എണ്ണി കെട്ടുകളാക്കി പെട്ടികളിൽ സൂക്ഷിച്ചിരുന്നു. ഈ പെട്ടികൾ മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. 32,000 രൂപയാണ് പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്നത്. സംഭവത്തിന് പിന്നാലെ രാകേഷ് കൃഷ്ണനെ സസ്പെൻഡ് ചെയ്യാൻ ദേവസ്വം ബോർഡ് അധികൃതർ സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. സമാന രീതിയിൽ തട്ടിപ്പ് പതിവാണെന്ന് പരാതി നേരത്തെയുമുണ്ട്. തിരുവനന്തപുരം വാമനപുരത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലെ യുവാക്കളുടെ പക്കൽ നിന്നും MDMA പിടികൂടി.
താളിക്കുടി സ്വദേശി സബിൻ, കണിച്ചോട് സ്വദേശി ചേതൻ ബാബു എന്നിവരാണ് പിടിയിലായത്. പരിശോധനയിൽ ഇരുവരുടെയും പോക്കറ്റിൽ നിന്നും പാക്കറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന 12 ഗ്രാം MDMA കണ്ടെടുത്തു. പ്രതികൾ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസർ സംഘം വാമനപുരം, കണിച്ചോട് പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഊബർ ടാക്സിയുടെ മറവിൽ തിരുവനന്തപുരം നഗര പരിസരങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രതികൾ ലഹരി കച്ചവടം നടത്തിയിരുന്നത്. നിരവധി ലഹരി കേസുകളിലും മോഷണ കേസുകളിലും പ്രതികളാണ് പിടിയിലായവർ. ഇനിയൊരു ഇടവേള. തിരുവനന്തപുരം വട്ടപ്പാറയിൽ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നും പണം തട്ടിയ കേസിൽ പ്രതികൾ അറസ്റ്റിൽ. ചിറയൻകീഴ് സ്വദേശി വിശാഖ, വട്ടപ്പാറ സ്വദേശി അഖിൽ എന്നിവരെയാണ് വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. സാമൂഹ്യമാധ്യമം വഴി പരിചയപ്പെട്ട ഉദ്യോഗസ്ഥനെ വട്ടപ്പാറ പള്ളിവിളയിലുള്ള ഒഴിഞ്ഞ വീട്ടിൽ എത്തിക്കുകയും കത്തികൊണ്ട് മുറിവേൽപ്പിച്ച ശേഷം മൊബൈൽ ഫോണും പണവും തട്ടിയെടുക്കുകയുമായിരുന്നു. പിന്നീട് മൊബൈൽ ഫോൺ തിരിച്ചു നൽകിയ ശേഷം വീണ്ടും പണം ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഉദ്യോഗസ്ഥൻ വട്ടപ്പാറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മലപ്പുറം എടവണ്ണയിലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിന്റെ ഗോഡൌണിനകത്ത് നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. ലോഡ് ഇറക്കുന്നതിനിടെ ജീവനക്കാരാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് വിവരം അറിയിച്ചതിന് പിന്നാലെ സ്നേക്ക് റെസ്ക്യൂ വോളണ്ടിയർ ഷാഹിൽ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. 2ാം തവണയാണ് ഇവിടെ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടുന്നത്. കൂടെ തൃശൂർ വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിൽ പാതയോരത്ത് നിന്നുയരുന്ന ഊങ്ങുമരത്തിന്റെ കൊമ്പൊടിഞ്ഞ് റോഡിന് കുറുകെ വീണു. കാഞ്ഞിരിക്കൂട് വളവിലാണ് സംഭവം. സംഭവ സമയത്ത് വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇതുവഴി വന്ന വാഹനയാത്രക്കാർ വടക്കാഞ്ചേരി ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും വടക്കാഞ്ചേരി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരത്തിന്റെ കൊമ്പ് മുറിച്ചു നീക്കി. മലപ്പുറം നിലമ്പൂർ താലൂക്കിലെ പുള്ളിപ്പാടം വില്ലേജിൽ വ്യാജ ഭൂമി പട്ടയം സൃഷ്ടിച്ച സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തിയതായി പരാതി. KC അനിയത്തി തമ്പുരാട്ടി എന്ന പേരിൽ ഏകദേശം 200 ഏക്കർ വ്യാജ ഭൂമി പട്ടയം സൃഷ്ടിച്ചുവെന്ന് മിത്ര ജ്യോതി ട്രൈബൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ചെയർമാൻ അജു കോലാത്ത് പറഞ്ഞു. ഇത് സംബന്ധിച്ച പരാതി നൽകിയതിന്റെ പേരിൽ തനിക്ക് വധഭീഷണി ഉണ്ടായെന്നും ഒരാഴ്ചയ്ക്കകം കൊല്ലുമെന്നും ഭീഷണിയുണ്ടെന്നും അജു കോലാത്ത് പറഞ്ഞു. സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. 420/2024 സബ് രജിസ്ട്രാർ ഓഫീസ് നമ്മൾ നൽകുന്ന സബ് രജിസ്ട്രാർ ഓഫീസിന്റെ നമ്പർ ആധാരം എർച്ചിഫാസിന്റെ പേരിലാണ് ഈ അനിത്യ തമ്പുരാട്ടിന്റെ പേരിലുള്ള ഭൂമി. അതായത് ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ആര് പരാതിക്കാർ വന്നു കഴിഞ്ഞാലും ആ പരാതിക്കാരെ നേരിടാൻ വേണ്ടിയിട്ട് ഈ വ്യാജ പട്ടയം ഉണ്ടാക്കിയ ടീം അയാൾക്ക് മറ്റൊരാളുമായി ഇഷ്ടദാനം കൊടുത്ത ഭൂമിയാണ് എന്നുള്ളത് ഈ 420/2024 എന്ന് പറയുന്ന ഈ സംഗതി. പത്തനംതിട്ട നഗരസഭയുടെ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച പൂന്തോട്ടവും ചെടിച്ചട്ടികളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. പത്തനംതിട്ട കുമ്പഴ പ്രധാന റോഡിന്റെ ഭാഗത്ത് സ്ഥാപിച്ച ചെടികളാണ് നശിപ്പിച്ചത്. CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതിനാൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഒരു നഗരം ഏറ്റവും കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് അത് ആ കോർപ്പറേഷൻ ഭരിക്കുന്നതോ അല്ലെങ്കിൽ ആ പഞ്ചായത്ത് ഭരിക്കുന്നതോ അല്ലെങ്കിൽ ആ നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിയുടെ തീരുമാനമാണ്. എന്നാൽ പത്തനംതിട്ട നഗരത്തിൽ കഴിഞ്ഞ LDF ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് നഗരവൽക്കരണം. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കുമ്പഴ റോഡിലെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി ചെടിച്ചട്ടികൾ നമ്മൾക്ക് ഇതിനു മുമ്പിലൂടെ കാണാം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒരു സാമൂഹ്യ വിരുദ്ധൻ ഈ ചെടിച്ചട്ടികൾ മൊത്തം
നശിപ്പിച്ചത്. ഇതുവരെയും പോലീസ് അതിനെ ആ പ്രതിയെ പിടിക്കാനോ അതിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ ശക്തമായി കൗൺസിലിൽ പ്രതിപക്ഷത്തിന്റെ തന്നെ PK അനീഷാണ് ഇതിനെതിരെ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. നമ്മളോടൊപ്പം തന്നെ അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, എങ്ങനെയായിരുന്നു ഈ സംഭവം? എങ്ങനെയാണ് ഈ സംഭവം ബോധ്യപ്പെട്ടത്? ഈ ചെടിച്ചട്ടികള് കഴിഞ്ഞ ദിവസമാണ് സാമൂഹികമായി നശിപ്പിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചു പറയാൻ അതിന്റെ ഭാഗമായിട്ട് ഇത് അറിയാൻ കഴിയുന്നുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചെടികളെല്ലാം അവിടെ വെച്ചുപിടിപ്പിച്ചത്. ആ കാലയളവിലും സാമൂഹിക വിരുദ്ധന്മാർ നശിപ്പിച്ചപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകുകയും നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ തന്നെ ഇതിന്റെ പുറകിൽ ഇതിനെ പിന്തുടർന്ന് അത്ര സാമൂഹിക വിരുദ്ധനെ പിടിക്കപ്പെടുകയും ശിക്ഷാ നടപടിക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കാലയളവില് ഇതുമായി ബന്ധപ്പെട്ട ഒരു കർശന നടപടിയിലേക്ക് പോകാൻ കഴിയാത്ത അന്തരീക്ഷമാണ് ഉള്ളത്. നഗരസഭാ ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിൽ പോലും ഈ ചെടിച്ചെടി നശിപ്പിച്ച ആളിനെ ഇതുവരെയായിട്ടും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനിടയ്ക്ക് കൗൺസിൽ ഒരു ചർച്ചയ്ക്ക് വിഷയമായി എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കഴിഞ്ഞ കൗൺസിലിനകത്ത്, ഇന്നലെ നടന്ന കൗൺസിലിനകത്ത് ഈ വിഷയങ്ങള് LDFന്റെ പാർലമെന്റ് പാർട്ടി ലീഡർ എന്ന നിലയിൽ നഗരസഭാ കൗൺസിലെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന്റെ ഭാഗമായി പല കൗൺസിൽ അംഗങ്ങളും ഈ വിഷയം കൗൺസിൽ ചർച്ച ചെയ്യുകയുണ്ടായി. കൗൺസിൽ അംഗങ്ങൾ പ്രധാനമായും സൂചിപ്പിച്ചത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നഗരസഭാ ഭരണസമിതിയുടെയാണ്. ആ കാര്യത്തിൽ നഗരസഭാ ഭരണസമിതിക്ക് പോരായ്മ ഉണ്ടായിട്ടുണ്ടെന്നാണ് കൗൺസിൽ അംഗങ്ങളെല്ലാം തന്നെ കൗൺസിൽ സൂചിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സന്റെ മറുപടി അടിയന്തരമായി പരിഹാരം കാണുകയും ബന്ധപ്പെട്ട ആളുകളെ, ബന്ധപ്പെട്ട സാമൂഹിക വിരുദ്ധന്മാരെ അടിയന്തരമായി കണ്ടെത്തുമെന്നാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഉചിതമായ നടപടി എടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തത്. നമ്മുടെ ഇപ്പോ ഏതൊക്കെ ഭാഗങ്ങൾ മുതലാണ് ഇതിന്റെ ഈ സൗന്ദര്യവൽക്കരണം, ഈ ചെടിച്ചട്ടികൾ സ്ഥാപിച്ചിട്ടുള്ളത്? അവ എവിടെയൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? നമ്മുടെ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ ടൗൺ സെന്റർ വരെയാണ് നമ്മൾ ഇവിടെ ഈ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നുള്ള കുമ്പള ഭാഗത്താണ്. ഇവിടെ ഈ കാർഷിക വികസന ബാങ്കിന്റെ അവിടെ മുതൽ ടൗൺ ഭാഗങ്ങളിലേക്കുള്ള 15ഓളം ചെടിച്ചട്ടികളാണ് സാമൂഹിക വിരുദ്ധന്മാർ നശിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ നഗരത്തിന്റെ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. അടിയന്തരമായി ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട സാമൂഹിക വിരുദ്ധനെ പിടിക്കാനുള്ള ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും കർശനമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ വ്യക്തമായ CCTV ദൃശ്യങ്ങൾ പോലും ബന്ധപ്പെട്ട അധികൃതർ അവര് പോലീസിനെ കൈമാറിയിട്ടും ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും നിഷ്ക്രിയത്വമാണെന്നാണ് നഗരസഭയുടെ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട. വേൾഡ് മലയാളി ഫെഡറേഷന്റെ ബിസിനസ് ഐക്കൺ ഓഫ് ഇയർ പുരസ്കാരം മാനടിയിൽ സജീവന്. ഫെഡറേഷന്റെ 5ാമത് ദ്വിവത്സര ഗ്ലോബൽ കൺവെൻഷനോടനുബന്ധിച്ച് ദുബായ് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവാർഡ് സമ്മാനിച്ചു. കഴിഞ്ഞ 35 വർഷത്തെ ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്തെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ UAEയുടെ വ്യാവസായിക മുന്നേറ്റത്തിന് നൽകിയ സംഭാവനകളെ മുൻനിർത്തിയാണ് പുരസ്കാരം. അബുദാബി എവർ സേഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് സജീവൻ. ലോകത്തിലെ 167 രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. കേരള കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ഫെഡറേഷൻ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ, ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ J. രത്നകുമാർ, സിനിമാ താരങ്ങളായ ആശാ ശരത്, മിഥുൻ രമേശ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പ്രസംഗിച്ചു. ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക്. T20 ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ലെന്ന നിലപാട് തുടർന്നാൽ ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്ന് ഒഴിവാക്കി പകരം മറ്റൊരു ടീമിനെ ഉൾപ്പെടുത്തുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. ഇക്കാര്യം ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിക്കാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ ICC നിർദ്ദേശം നൽകി. ബംഗ്ലാദേശ് പിന്മാറുന്ന പക്ഷം മറ്റൊരു ടീമിനെ പകരക്കാരായി കൊണ്ടുവരുന്ന കാര്യത്തിൽ ICC ബോർഡ് യോഗത്തിൽ വോട്ടെടുപ്പ് നടന്നു. ബോർഡിലെ ഭൂരിഭാഗം അംഗങ്ങളും പകരക്കാരെ ഉൾപ്പെടുത്തുന്നതിനെ അനുകൂലിച്ചു. ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ലെന്ന നിലപാടിൽ ബംഗ്ലാദേശ് ഉറച്ചു നിന്നാൽ അവർക്ക് ഇത്തവണത്തെ ലോകകപ്പ് നഷ്ടമായേക്കും. ഇന്ത്യയിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ അന്തിമ നിലപാട് അറിയിക്കാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് ICC 1 ദിവസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്.
T20 ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ലെന്ന നിലപാടിൽ തുടർന്നാൽ ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്നും ഒഴിവാക്കി പകരം മറ്റൊരു ടീമിനെ ഉൾപ്പെടുത്തുമെന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യം ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിക്കാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് ICC നിർദ്ദേശം നൽകി. ബംഗ്ലാദേശ് പിന്മാറുന്ന പക്ഷം മറ്റൊരു ടീമിനെ പകരക്കാരായി കൊണ്ടുവരുന്ന കാര്യത്തിൽ ICC ബോർഡ് യോഗത്തിൽ വോട്ടെടുപ്പ് നടന്നു. ബോർഡിലെ ഭൂരിഭാഗം അംഗങ്ങളും പകരക്കാരെ ഉൾപ്പെടുത്തുന്നതിനെ അനുകൂലിച്ചു. ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ലെന്ന നിലപാടിൽ ബംഗ്ലാദേശ് ഉറച്ചു നിന്നാൽ അവർക്ക് ഇത്തവണത്തെ ലോകകപ്പ് നഷ്ടമായേക്കും. ഇന്ത്യയിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ അന്തിമ നിലപാട് അറിയിക്കാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് ICC ഒരു ദിവസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. ഒരു ലക്ഷം സൗജന്യ ഡയാലിസിസുകൾ പൂർത്തിയാക്കി തൃശൂർ എടമുട്ടം ആൽഫ ഡയാലിസിസ് സെന്റർ. പ്രവർത്തനം തുടങ്ങി 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപാണ് 1 ലക്ഷം സൗജന്യ ഡയാലിസിസുകൾ എന്ന നേട്ടം കൈവരിച്ചത്. എടമുട്ടത്തെ ആൽഫ ഹോസ്പീസിന്റെ ഭാഗമായി 2021 ഫെബ്രുവരിയിൽ 15 മെഷീനുകളോടെയായിരുന്നു സെന്ററിന്റെ തുടക്കം. നിലവിൽ 32 മെഷീനുകളിൽ 3 ഷിഫ്റ്റ് പ്രവർത്തിച്ചാണ് സെന്റർ ഈ നേട്ടം കൈവരിച്ചത്. കോവിഡ് കാലത്ത് ഡയാലിസിസ് സെന്ററുകൾ അടച്ചുപൂട്ടിയിരുന്നപ്പോൾ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ആൽഫ ഡയാലിസിസ് സെന്റർ കോവിഡ് ബാധിതർക്കായി 4മതൊരു ഷിഫ്റ്റ് കൂടി പ്രവർത്തിപ്പിച്ചത് ഒട്ടേറെ പ്രശംസ നേടിയിരുന്നു. സെന്ററിലെ ഡയാലിസിസ് മെഷീനുകളെല്ലാം തന്നെ വ്യക്തികളും സംഘടനകളും സ്പോൺസർഷിപ്പായി നൽകിയതാണ്. ഒപ്പം ഡയാലിസിസ് രോഗികളെ സ്പോൺസർ ചെയ്യുന്നവരും പ്രതിമാസ ഡയാലിസിസുകൾ സ്പോൺസർ ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ഹാപ്പിനെസ് ക്ലബ് അംഗങ്ങളും അടക്കമുള്ളവരാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ പറഞ്ഞു. കിഡ്നികൾ രണ്ടും പ്രവർത്തനരഹിതമായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പാലിയേറ്റീവ് കെയർ ആണ് ഡയാലിസിസ്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡയാലിസിസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൗജന്യമായി ചെയ്യാനായിട്ട് ഡയാലിസിസിന് പല ആളുകളും കിറ്റ് കൊണ്ടുവരാൻ പറയാറുണ്ട്. നമ്മൾ ഇവിടെ അതൊന്നും പറയാറില്ല, അവർ വന്നാൽ മതി. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി മാസം പ്രതി വരുന്ന മറ്റ് ചെലവുകളുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, എക്കോ, TMT പോലുള്ള കാര്യങ്ങൾ, ഫിസിഷ്യനെ കാണണം. ഇതെല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രശ്നം ഇവർക്കുള്ളത് ബൈസ്റ്റാൻഡർ കൂടെ വരണം എന്നുള്ളതാണ്. ബൈസ്റ്റാൻഡർ കൂടെ വന്ന് 4 മണിക്കൂർ സൈക്കിൾ ടൈം മുഴുവൻ ബൈസ്റ്റാൻഡർ വെറുതെ ഇരിക്കണം. യാത്ര ചെയ്യാനുള്ള സമയം വേറെ 2-3 മണിക്കൂർ വേറെ. 1.5 ദിവസങ്ങൾ വരുമ്പോൾ ബൈസ്റ്റാൻഡർ കൂടി പണി ചെയ്യാനും സാധിക്കാത്ത കാര്യം മനസ്സിലാക്കിയപ്പോൾ നമ്മളൊരു യോഗം വിളിച്ച് പറഞ്ഞു, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ അറിയിക്കാം, അവിടേക്ക് നിങ്ങൾ വന്നാൽ മതി. സന്തോഷപൂർവ്വം അവരെല്ലാം അത് സ്വീകരിക്കുകയും നമ്മളതനുസരിച്ച് അവർക്ക് വാഹന സൗകര്യം ഏർപ്പാട് ചെയ്ത് പേഷ്യൻസ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, വീട്ടിൽ കൊണ്ടുവന്നായി കൊടുക്കും. ഇതിനെല്ലാം വളരെ വലിയൊരു സാമ്പത്തിക ചെലവുണ്ടെന്നുള്ള നേര് തന്നെയാണ്. എന്ന് വെച്ച് സംഭാവന പിരിക്കാൻ സാധാരണ നമ്മൾ നടക്കാറില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം നടക്കുന്നത് ഡൊണേഷൻസ് കൊണ്ടാണ് എന്നുള്ള കാര്യം അറിയിക്കണം. ഡയാലിസിസ് സൂപ്പർവൈസർ ജിതുൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള 21 ടെക്നിക്കൽ സ്റ്റാഫും 4 ഓഫീസ് സ്റ്റാഫും 5 ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും അടങ്ങുന്നതാണ് ആൽഫ ഡയാലിസിസ് ടീം. ഒപ്പം മെഡിക്കൽ ഓഫീസർ, പാർട്ട് ടൈം നെഫ്രോളജിസ്റ്റ് എന്നിവരും സെന്ററിന്റെ ഭാഗമായിട്ടുണ്ട്. ഡയാലിസിസ് പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ആൽഫ കരുതുന്നു. ഡയാലിസിസിന് വിധേയരാകുന്നവരുടെ പ്രതിമാസ മെഡിക്കൽ ചെക്കപ്പുകൾ, ലബോറട്ടറി പരിശോധനകൾ, അത്യാവശ്യ മരുന്നുകൾ, ഡയാലിസിസിനെത്താനും തിരിച്ചു പോകാനും വാഹന സൗകര്യം എന്നിവയെല്ലാം സൗജന്യമായി ഏർപ്പെടുത്താൻ സെന്ററിന് സാധിച്ചത് പാലിയേറ്റീവ് പരിചരണത്തിന്റെ ഭാഗമായി ചിന്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണെന്നും ചെയർമാൻ പറഞ്ഞു. ഈ മേഖലയിലെ പാവപ്പെട്ട ആളുകൾക്ക് 200ഓളം പേർക്കാണ് ഇവിടെ ഓരോ മാസവും ഡയാലിസിസുകൾ ചെയ്തു വരുന്നത്. 3 ഷിഫ്റ്റുകളായിട്ടാണ് ഈ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത്. വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് ഈ കുറഞ്ഞ കാലം കൊണ്ട് കഴിഞ്ഞു. 15 മെഷീനുകളായിട്ട് തുടങ്ങിയ ഡയാലിസിസ് സെന്റർ നിരവധി ആളുകളുടെ പിന്തുണയോടുകൂടി ഡയാലിസിസ് മെഷീനുകളുടെ സ്പോൺസർഷിപ്പ്, എല്ലാ മെഷീനുകളും സ്പോൺസർഷിപ്പോടുകൂടി കിട്ടിയതാണ്. അതുപോലെ തന്നെ ഇവിടെ നടത്തുന്ന ഡയാലിസിസുകളും അതിനും നമ്മൾ ഹാപ്പിനെസ് ക്ലബ്ബ് എന്നുള്ള പേരിൽ ഓരോ ഡയാലിസിസ് സ്പോൺസർ ചെയ്യുന്ന 1000 രൂപ നൽകി സ്പോൺസർ ചെയ്യുന്ന ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മ ഹാപ്പിനെസ് ക്ലബ്ബ് എന്നുള്ള പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം പിന്തുണയോട് കൂടിയിട്ടാണ് ഈ ലക്ഷ്യം പൂർത്തീകരിച്ചത്. ഡയാലിസിസ് ആവശ്യമായവരുടെ ജീവിതം സമൂഹത്തിന്റെ ഏറ്റവും പരിഗണന അർഹിക്കേണ്ടതായതിനാൽ കൂടുതൽ ഡയാലിസിസ് സെന്ററുകൾ നടപ്പിലാക്കാൻ ആൽഫ ശ്രമിച്ചു വരികയാണ്. സ്വന്തമായി കെട്ടിടങ്ങളുള്ള ആൽഫയുടെ ലിങ്ക് സെന്ററുകൾ ഭാവിയിൽ ഡയാലിസിസ് സേവനം കൂടി നൽകുന്ന നിലയിലേക്ക് വളരും. ഒപ്പം പുതുതായി പൂർത്തിയാകുന്ന ആൽഫ ഹോസ്പീസിൽ 50 ഡയാലിസിസ് മെഷീനുകൾക്കുള്ള സൗകര്യവും ഉൾപ്പെടുത്തുന്നുണ്ട്. തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് 50 മെഷീനുകളുള്ള ഡയാലിസിസ് സെന്ററും പൂർത്തീകരിക്കുമെന്ന് ആൽഫ ഭാരവാഹികൾ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ആൽഫ ഡയാലിസിസ് സെന്ററിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു.
ട്രസ്റ്റിമാർ, ഡയാലിസിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ, ആൽഫ ലിങ്ക് സെന്റർ പ്രതിനിധികൾ, ഡയാലിസിസ് സേവനത്തിലിരിക്കുന്നവർ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഇടവേള.